الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما إنك أنت العزيز الحكيم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ പഠന ജീവിതത്തിൽ ഹദീസ്, സുന്നത്ത് എന്നത് മുഖ്യ വിഷയമായിരുന്നില്ല. ഒരു മർഹലയിലും എൻ്റെ പഠനത്തിൻ്റെ ഊന്നൽ തഖസ്സുസ് ഫിഖ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കോഴിക്കോടുള്ള ഒരു ഹദീസ് പൂർണ്ണമായും നിഷേധിക്കുക മാത്രമല്ല, ഹദീസിനെയും ഒക്കെ വളരെ വൃത്തികെട്ട രൂപത്തിൽ, കേട്ടാൽ നമുക്ക് നിൽപ്പുറക്കൂല, ആ രൂപത്തിൽ പരിഹസിക്കുന്ന ഒരാൾ വ്യക്തിബന്ധം ഉണ്ടാക്കി, നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കി. അയാൾ പറഞ്ഞ് നേരിട്ട് വന്ന് സംസാരിക്കണം. അങ്ങനെ ശാന്തപുരത്തേക്ക് അദ്ദേഹം വന്നു. വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇതാ വിഷയം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ EN ഇബ്രാഹിം മൗലവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, എനിക്കാണെങ്കിൽ ഈ കല തീരെ പരിചയമില്ല, അതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടത്, എന്തൊക്കെ ചോദിക്കേണ്ടത്, എന്തൊക്കെ പറയേണ്ടത്, ഒരു ഐഡിയ ഇല്ല. അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരനുജനുണ്ട്, നല്ല ഇസ്ലാമിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് 2 മരുമക്കളെ ഹദീസ് നിഷേധികളാക്കി മാറ്റി. ഈ അനുജനെയും കൂടി ആക്കണമെങ്കിൽ അനുജൻ്റെ മുമ്പിൽ വെച്ച് എന്നെ തോപ്പിക്കണം, അപ്പോൾ അയാൾക്ക് സമാധാനമാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്കും ഉള്ളിൽ ബേജാറുണ്ട്, പഠിക്കാത്തൊരു വിഷയം സംസാരിക്കണമെങ്കിൽ നല്ല പേടിയാണ്. മൗലവിനെ വിളിച്ചപ്പോൾ മൗലവി പറഞ്ഞു, നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, ഓലടുത്ത് ഒരു അസലും ഉണ്ടാവില്ല, നിങ്ങൾ ആ അസൽ വെച്ച് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വിഷയമൊക്കെ ഒന്ന് പഠിച്ചു നോക്കാമെന്ന് വിചാരിച്ചത്. വലിയൊരു പ്രശ്നം, ഒരു സംഗതി പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് തിരിയൂല. നമുക്കും തിരിയൂല, നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കും അത് തിരിയില്ല. ഒരു ഹദീസ് സഹീഹാകുക, ഒരു ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? 4 നിബന്ധനകളാണ് ഒരു ഹദീസ് സ്വീകാര്യ യോഗമാകണമെങ്കിലുള്ളത്. അത് ഒന്നാമത്തത് ഇത്തിസാലു സനദ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി മുതൽ ഈ ഹദീസ് രേഖപ്പെടുത്തി, ഇപ്പം നമ്മളെ കയ്യിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്ന ആ ഇമാമ് വരെയുള്ള നിവേദക പരമ്പരയിലെ ഓരോരുത്തരും നേർക്ക് നേരെ ആ ഹദീസ് അവർക്ക് ലഭിച്ചതായിരിക്കണം, നേർക്ക് നേരെ ലഭിച്ചതായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, മൗലാന മൗദൂദി സാഹിബ് ഇന്നത് പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ മൗദൂദി സാഹിബിനെ കണ്ടിട്ടില്ല, കാണാൻ അവസരം ഉണ്ടായിട്ടില്ല, പക്ഷെ നിങ്ങളത് വിശ്വസിക്കണമെങ്കിൽ ഞാനിത് പറഞ്ഞത് എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മോശൻ അബ്ദുറഹ്മാൻ തറവായി പറഞ്ഞു. അപ്പം അദ്ദേഹം മൗദൂദി സാഹിബിനെ കണ്ടുവിടണോ? അപ്പോഴാണ് OP അബ്ദുസ്സലാം മൗലവിയോട് ചെന്ന് ചോദിക്കുന്നത്, തറവായും പിന്നെ മൗദൂദിയും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ OP പറയാണ്, എന്ത് ബന്ധം എന്താ പ്രശ്നം, സംശയം? മദീനയിൽ മൗദൂദി സാഹിബ് മദീന സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണ കമ്മിറ്റിയിൽ അബ്ദുറഹ്മാൻ തറവായി സാഹിബ് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ അക്കമഡേഷൻ ഒക്കെ സംസാരവും കൂടെ കൊണ്ട് നടന്നൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പം ഞാനിത് എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മകൻ ഏതോ ഒരു ക്ലാസ്സിൽ പോയിട്ട് മൗദൂദി സാഹിബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എൻ്റെ മകൻ എന്നിൽ നിന്ന് കേട്ടു, ഞാൻ എൻ്റെ അമ്മോശനിൽ നിന്ന് കേട്ടു, അമ്മോശൻ മൗദൂദി സാഹിബിൽ നിന്ന് നേരിട്ട് കേട്ടു. ഇതാണ് ഇത്തിസാലു സനദ്. അത് മാത്രം ഉണ്ടായാൽ മതിയോ? എന്നാലും ഹദീസ് സ്വീകാര്യാവില്ല. അങ്ങനെ മാത്രം പോരാ. രണ്ടാമത്തെ നിബന്ധന, ഈ നിവേദക ശ്രേണിയിലുള്ള ഓരോരുത്തർക്കും ലബുത്തുണ്ടായിരിക്കണം. ലബുത്ത് എന്ന് പറഞ്ഞാൽ കേട്ട കാര്യം
സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ്, അതിനുള്ള സാഹചര്യവും സൗകര്യവും. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ്, ഉപ്പച്ചി പറഞ്ഞ് എനിക്കങ്ങനെ വിശ്വാസമില്ല, പലതും പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മച്ചി എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി വിട്ടാൽ കടയിലെത്തിയിട്ട് മൊബൈലിൽ വിളിക്കും, എന്തൊക്കെയാണ് വാങ്ങാൻ പറഞ്ഞത്. അങ്ങനെയാണോ എൻ്റെ ഉപ്പച്ചി? അപ്പം എനിക്ക് ഓർമ്മശക്തിയില്ല, അങ്ങനെയാകുമ്പോൾ ഹദീസ് സ്വീകാര്യാവില്ല. നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞ ശരി തന്നെ ആയിരിക്കും. ഒരു ഹദീസ് ലൈഫാൻ അത്ര മതി. എൻ്റെ മോൻ പറഞ്ഞ് എൻ്റെ ഉപ്പാക്ക് ഓർമ്മശക്തി കുറവാണ്, സാധനം വാങ്ങാൻ പറഞ്ഞാൽ കടയിലെത്തുമ്പോഴേക്ക് അത് മറന്നുപോയിട്ടുണ്ടാവും എന്ന് എൻ്റെ ജീവചരിത്രം എഴുതിയ ലത്തീഫ് സാഹിബ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ച ഷെരീഫ് സാഹിബ് വായിച്ചിട്ട് പറയും, ഈ ഹദീസ് സ്വീകാര്യമല്ല, യാസ് മൗലിക്ക് ഓർമ്മശക്തി കുറവാണ്. അപ്പം നല്ല ഓർമ്മശക്തി ഉണ്ടാവണം എന്ന് ഒരു ജീവചരിത്രകാരനെ എഴുതിയാൽ പോരാ. എൻ്റെ ജീവചരിത്രം കുറേ ആൾ എഴുതിയ കിതാബുകളുണ്ടാവണം. ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീർ, ഇമാം അബൂ ഹാത്തിമുർ റാസിയുടെ അൽ ജർഹ് വ തഅദീൽ, ഇമാം ഹാഫിദുൽ മിസ്സിയുടെ തഹ്ദീബുൽ കമാൽ. ഈ കിതാബിലൊക്കെ എന്താ ഉള്ളത്? ഫിഖ് മസാല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ആളുകളുടെ ജീവചരിത്ര. ലോകത്താർക്കാണ് അങ്ങനെ ഉള്ളത്? നബിയുമായി എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു കുറിപ്പ് ഒരാൾ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വിശദമായ ചരിത്രം. ഒരാളല്ല, പല ആളുകൾ. ഇനി ഓർമ്മശക്തി ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല ഓർമ്മശക്തിയാണ്, പറഞ്ഞ പോലെ ഉണ്ടാവും. ആയത്തൊക്കെ അങ്ങനെ ഓതുന കേട്ട എവിടെ നിന്നാ അങ്ങനെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിക്കുക. എന്നാലും ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. മൂപ്പരെ ജീവിതം എങ്ങനെയാ? മൂപ്പരിങ്ങനെ മിമ്പർമ കയറി പ്രസംഗിക്കും, സുബൈക്ക് പള്ളിയിലുണ്ടാവില്ല, കായ് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല. ജീവചരിത്രക്കാരനെ എഴുതി വെക്കുമല്ലോ, ഇതൊക്കെ മനുഷ്യന്മാരായിട്ട് ഇടപെടുന്ന പരിപാടികളല്ലേ. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കൂല. പിന്നെ ചിലതൊക്കെ വയലിൽ ഇങ്ങനെ അടിച്ചു വിടും, ഒരടിസ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണോ? അപ്പം ഹദീസ് സ്വീകരിക്കൂല. ഇമാം ശുഅബ ബിൻ അൽ ഹജ്ജാജ് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ പോയപ്പോൾ ആരിൽ നിന്നാണോ ഹദീസ് സ്വീകരിക്കേണ്ടത് അദ്ദേഹം നിന്ന് മൂത്രയിക്കണ കണ്ടു. മൂപ്പർക്ക് അന്ന് കാൽമുട്ട് വേദനറ്റായിരിക്കും ചിലപ്പോൾ. നിന്ന് മൂത്രയിക്കണണ്ട ഒരലമ്പും തോന്നൂല. ശുഅബ ബിൻ അൽ ഹജ്ജാജ് തിരിച്ചിങ്ങോട്ട് പോന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് പറയുന്ന ഒരാൾ ഇങ്ങനെ നിന്ന് മൂത്രയിക്കുകയാണെങ്കിൽ മൂപ്പർക്ക് കുറച്ച് തെക്കവ കുറവാണ്, അത് പറ്റൂല, സ്വീകരിക്കാനോട് പറയും. ഇമാം ബുഖാരിയുടെ റിജാലിലുള്ള സനദിലുള്ള ആളുകളുടെ ഓരോരുത്തരെ പറ്റി കഥയെ പറയുന്നത്. അപാനിബന്ധന, റോട്ടിലൂടെ ഭക്ഷണം കഴിച്ച് നടക്കുകയാണെങ്കിൽ അത് ഖവാരിമുൽ മുറുഅയാണെന്ന്, അദാലത്ത് കുറവാണ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അപ്പോൾ ഒന്നാമത്തത് സനദ് മുത്തസിലായിരിക്കണം, രണ്ടാമത്തത് ഹദീസ് ഗ്രഹിക്കാനും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, മൂന്നാമത്തത് ആ ഹദീസ് കൊണ്ട് നടക്കുന്ന വ്യക്തി അതിനെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്ന ജീവിത വിശുദ്ധിയുള്ള തെളിഞ്ഞ വ്യക്തിത്വങ്ങളായിരിക്കണം. ഇതൊക്കെ ഒത്ത് എന്നാലും സ്വീകരിക്കാൻ പറ്റൂല. നാലാമത്തെ നിബന്ധന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് മത്തിനുമായും സനദുമായും ബന്ധപ്പെട്ടതാണ്. അതെന്താ? അയ്യക്കൂന ഖാലിയം മിനൽ ഇലലിൽ മുഅഫിറ, എടുത്തു പറയത്തക്ക ന്യൂനതകളിൽ നിന്ന് തികച്ചും മുക്തമായിരിക്കണം. എടുത്തു പറയപ്പെട്ട ന്യൂനത, പറയാവുന്ന ന്യൂനത എന്ന് പറഞ്ഞാൽ, ഒന്ന് ഖുർആനിനെതിരാവുക. നേരത്തെ അലി സാഹിബ് പറഞ്ഞല്ലോ, ഖുർആനിനെതിരാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കണോ, ഹദീസ് നിഷേധം അവസാനത്തെ പറയുന്നതിന് മുമ്പ് ഹദീസ് നിഷേധം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സ്വീകാര്യയോഗ്യമായ നിഷേധമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഇത് നബി പറയാൻ സാധ്യതയില്ല, ഇത് നബിയിൽ നിന്നുള്ളതാവാൻ സാധ്യതയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന നിഷേധം, അത് ഇസ്ലാമിൽ സ്വീകാര്യമാണ്.
മഹാന്മാരായ ഇമാമുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങൾ പറയാൻ കുറേ നീണ്ടുപോകും. ഒറ്റ ഉദാഹരണം ഓർത്തുക്കാൻ വേണ്ടി പറയാം. ഉദാഹരണമായിട്ട് അൽ ബയ്യിആനി ബിൽ ഖയാരി മാലം യതഫറഖ ഒരു ഹദീസാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ സനദിൽ ഇമാം മാലിക് ഉണ്ട്, പക്ഷേ ഇമാം മാലിക് ഈ ഹദീസ് അംഗീകരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനും സഖാഫിയും തമ്മിൽ ഇപ്പോൾ ജമാൽ സാഹിബും സഖാഫിയും തമ്മിൽ ഇരിപ്പിൽ ഒരു മൊബൈൽ കച്ചവടം ചെയ്യുക. നിങ്ങളെ മൊബൈൽ വിൽക്കുന്നു എത്ര റുപ്യ? അതിന് 5000 റുപ്യ. ആയിക്കോട്ടെ, 5000 കൊടുത്ത് മൊബൈൽ വാങ്ങി. ഇപ്പോൾ കച്ചവടം പൂർത്തിയായി. ഖിയാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ യോഗം കഴിഞ്ഞ് ഉത്ബോധനം നടത്തി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ജമാൽ സാഹിബ് പറഞ്ഞു, എനിക്കിപ്പോൾ ഫോൺ വന്നു, ഇങ്ങോട്ട് നല്ലൊരു മൊബൈലും കൊണ്ട് എനിക്ക് കുവൈത്തിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവൻ നിങ്ങൾ ഇതിപ്പോൾ അങ്ങ് വേണ്ടാറിഞ്ഞു. അങ്ങനെ വേണ്ടാറിഞ്ഞാൽ കാശ് തിരിച്ചു വാങ്ങി പൈസ അങ്ങോട്ട് കൊടുക്കണം, പിന്നെ മൊബൈൽ തിരിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അൽ ബയ്യിആനി ബിൽ ഖയാരി മാലം യതഫറഖ. ഇതാണ് ഹദീസ്. സഹീഹായ ഹദീസാണ്, സൂര്യപ്രകാശം പോലെ സഹീഹ ഹദീസ്. ഇമാം അബൂ ഹനീഫയും ഇത് സ്വീകരിച്ചിട്ടില്ല, ഇമാം മാലിക്കും സ്വീകരിച്ചിട്ടില്ല. എന്താ കാരണം? ഇമാം മാലിക്കിൻ്റെ വാദം ഇത് മദീനയിലെ ആളുകൾക്ക് ഇത് പരിചയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതും മരിച്ചതും ഭൂരിഭാഗം സമയവും മദീനയിലാണ്. ഇത് പ്രവാചകനായതിനു ശേഷം 10 കൊല്ലം ചുരുങ്ങിയത് കൂട്ടുക, ഭൂരിഭാഗം മക്കയിലാണ്. മദീനയിലുള്ള ആരും ഇത് കേൾക്കാതിരിക്കുക, മദീനക്കാർക്ക് പരിചയമില്ലാതിരിക്കുക. മദീനയിലുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തതും അവർക്ക് കേട്ടുകേൾവിയില്ലാത്തതുമായ ഒരു ഹദീസ് എനിക്ക് സ്വീകാര്യമാവില്ല. അത് മൂപ്പര മദ്ഹബാണ്. അതിന് ഷാഫി മദ്ഹബ് നല്ല മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ സ്വീകരിക്കാവുന്നതോ ഇത് ഖുർആനിനെതിരാ. ഖുർആനിൽ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. ഉടമ്പടി പാലിക്കണം, ഇടപാട് നടത്തുമ്പോൾ അത് പാലിക്കണം, കരാറ് പാലിക്കണം എന്ന് അള്ളാഹു പറയുന്നു. ഇതിവിടെ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി കാശൊക്കെ വാങ്ങി പോക്കറ്റിലിട്ട് പോകാൻ നേരത്തെ വേണ്ടെന്നുണ്ടാ അത് ഉടമ്പടി ലംഘനാണ്. അപ്പം ഹദീസ് അങ്ങനെ റസൂല് പറയില്ലെന്നാ. പക്ഷേ അതിന് വേറെ കുറേ ചർച്ചകളുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും പറയാമെന്നൊരു കാര്യമില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പിന്നെ ഇൻ്റർനെറ്റൊക്കെ കയറി നോക്കിയാൽ ഏത് വണ്ടനും അടകോടനും ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറയണം, അപ്പോൾ ഈ ഇത്തരം നിഷേധങ്ങൾ എന്നത് ഹദീസ് നിഷേധം എന്നല്ല ഇതിന് പറയേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലുള്ള മാറ്റിവെക്കലാണ്. പക്ഷേ അത് ഈ പറഞ്ഞതൊക്കെ ഉദാഹരണം പറഞ്ഞത് അതൊക്കെ ശരിയാന്നുള്ളത് അതിനൊക്കെ നല്ല മറുപടികളുണ്ട്. ഉദാഹരണമായിട്ട് മദീനയിൽ മാത്രമല്ല സഹാബിമാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് മരിക്കുന്ന സമയത്ത് സഹാബിമാർ ലക്ഷക്കണക്കിന് സമയം ലോകം മുഴുവൻ തന്നെ പോലെ ഇറാഖിൽ, ഇറാനിൽ, പിന്നെ സിറിയയിൽ, യമനിൽ നബി പറഞ്ഞതും കേട്ടിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല, അവിടെ തന്നെ മരിച്ചത്. ആ സഹാബി നബി പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മദീനക്കാർക്ക് പരിചയമില്ല എന്ന് വിചാരിച്ചിട്ട് ഹദീസ് തള്ളേണ്ട കാര്യമില്ല. പക്ഷേ ഇമാം മാലിക്കിൻ്റെ മദ്ഹബ് അതായതുകൊണ്ട് അങ്ങനെയായിപ്പോയി. അപ്പം ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഹനഫി മദ്ഹബിൽ അതങ്ങനെ തള്ളുമ്പോഴും അവർ കുറച്ച് ലോജിക്കൽ ഉപയോഗിച്ചു. ഏതായിരുന്നാലും രണ്ടാമത്തത് നബിയെ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറ്റൂല എന്നുള്ള പറച്ചില്ല. അതാണ് ഹദീസ് നിഷേധം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു നോക്കുക, എന്നാലും എനിക്ക് സ്വീകാര്യമല്ല, അതെൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇത് കുറച്ച് അപകടം പിടിച്ചതാണ്. ഇതിങ്ങനെ തുടങ്ങിയിട്ട് എവിടെ എത്തുക അറിയങ്ങൾ? ഖുർആൻ നിഷേധത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും എത്തും. ഇത് വെറുതെ പറയല്ല, എനിക്ക് നന്നായി പരിചയമുണ്ട്. പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഒരാളെ പറ്റി അവസാനം എന്നോട് സുഹൃത്ത് പറഞ്ഞു, ഓനിപ്പോൾ ദൈവത്തിൽ തന്നെ വിശ്വാസമില്ല എന്നാ. കാരണം എന്താണെന്ന് അറിയുങ്ങൾ, വളവ് ചെറുങ്ങനെയാണ് തുടങ്ങുക. ആ തുടങ്ങുന്നതിൻ്റെ സതുദ്ദേശമല്ല. മറ്റേത് ഹദീസ് റസൂൽ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണ്, ഇഖ്ലാസുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ അള്ള എന്താക്കൂല, അള്ളാഹു അങ്ങനെ കളം ചാട്ടി തട്ടിക്കളിയില്ല. ഒക്കെ അവരുണ്ടാവും. അവരൊക്കെ ഇമാമുമാരായിട്ട് ഇന്ന് നമ്മൾ അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു. അവരുടെയൊക്കെ ആ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ അവർ മുസ്ലിങ്ങളുടെ ഇമാമുമാരായിട്ട് ഇന്നും നിലനിൽക്കുന്നു. മറ്റേതങ്ങനല്ല, ആ വളവ് ചെറുങ്ങനെ തുടങ്ങും, ഹദീസ് നിഷേധം തുടങ്ങും.
അതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോവുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാളികളുടെ കൂട്ടത്തിൽ ഹദീസ് നിഷേധത്തിൻ്റെ മുൻനിരയിലുള്ള എല്ലാവരുമായും നേരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവർ ഖുർആൻ ടി കെ അബ്ദുള്ള സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ, ഈ ഗ്രൂപ്പിൽ ഇതൊന്നും ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടുപോയി. എന്ന് വെച്ചാൽ ഖുർആനിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാകുന്നതിൽ അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. കാരണം അവർക്ക് ഈ ഖുർആനോ ഇസ്ലാമോ ഒന്നുമല്ല വിഷയം. ഒരാൾ എന്നോട് പറഞ്ഞു, നല്ല ചിന്തകനാണ്, ഇന്ന് അയാൾ ജുമയ്ക്ക് പള്ളിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടുകണ്, എന്ത് നിസ്കാരം നിസ്കരിച്ചെന്ന് അള്ളാഹു ആലം. ഏതായിരുന്നാലും ഖുർആൻ അല്ലാത്ത ഒരു വഹിയും നബിക്കുണ്ടായിട്ടില്ല. അതൊക്കെ നിങ്ങൾ മൗലവിമാർ കെട്ടിയുണ്ടാക്കുന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആദ്യം ഖുർആനിൽ ഇറങ്ങിയത് ഏതാ? ഖുർആനിൽ ആദ്യം അവതീർണമായത് ഏതാ? അപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ കുറേ ശ്രമിച്ചു. വീണ്ടും ചോദിച്ച് അത് പറയിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എങ്ങനെ? മൗലവി എന്നോട് അത് ചോദിക്കുന്നത് ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി എന്ന തുടങ്ങിയിട്ടുള്ള 5 ആയത്തുകളാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെന്താ തെളിവ് എന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടിയായിരിക്കും. അത് മൗലവി എന്നെ മലർത്തിയടിക്കാനുള്ള പരിപാടിയാണ്, അത് നടക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി എഴുതി. പക്ഷെ ഞാൻ ചോദിച്ച അതിനല്ല, ആദ്യം ഇറങ്ങിയത് അതാന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിക്കാനല്ല ഞാൻ ചോദിച്ച്. മറുപടി പറഞ്ഞില്ല എന്നുള്ള കോലത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷെ ഖുർആൻ മറച്ചു നോക്കുമ്പോൾ ആദ്യം കാണുന്ന സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ഭാഗം ഏറ്റവും ഒടുവിലത്തെ ജുസിൽ, ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ. എനിക്ക് വലിയ സംശയമുണ്ട്. ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ തട്ടിപ്പ് നടത്തി, തിരിമറി നടത്തി, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഓർഡർ അനുസരിച്ച്, വഹി അനുസരിച്ച് ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഏതെങ്കിലും ഒരു ഉത്തരങ്ങൾ പറയണം തന്നെ. ഞാൻ കൊല്ലാണെങ്കിൽ ഇയാൾ പറയണല്ലോ. 2 ദിവസം എനിക്ക് കോളേജ് ലീവായിരുന്നു. ഈ 2 ദിവസം ഇയാളെ കൊണ്ട് ഉത്തരം പറമ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്ത് ഈ മൊബൈലും പിടിച്ച് പോയി. അയാൾ തിരിച്ചു പറയിപ്പിക്കും, വീണ്ടും ചോദിക്കും. അവസാനം അഡ്മിൻ ഇടപെട്ട് പറഞ്ഞു, ചർച്ച വേറെ ബൈക്കേക്ക് മാറ്റുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി എങ്ങനെ അറിയും നിങ്ങൾ? അത് ഖുർആൻ തന്നെ മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്താണ് അള്ളാഹു. ആ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ക്രമത്തെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നബിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടാവും. വഹി നൽകിയിട്ടുന്ന പച്ചയിലാണ് പറഞ്ഞാൽ പോരെ. അപ്പോൾ അഡ്മിൻ ഇടപെട്ട് പറഞ്ഞു, അദ്ദേഹം ഭംഗ്യന്തരേണ ഖുർആൻ അല്ലാത്ത വേറെ വഹിയുണ്ട് എന്ന് അംഗീകരിച്ച സ്ഥിതിക്ക് ഇതിപ്പോൾ അവസാനിപ്പിക്കാൻ. ഖുർആൻ വിശ്വസിക്കണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം. സുന്നത്തിൻ്റെ കാര്യം അടക്കട്ടെ, ഇത് ഖുർആൻ പുറപ്പെട്ടത് വന്നിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ ചുണ്ടുകളിൽ നിന്നാണ്. ആ ചുണ്ടുകളിൽ നിന്ന് ഇത് വരുമ്പോൾ സഹാബിമാർക്ക് അറിയൂലേ ഇത് ഖുർആനാണോ സുന്നത്താണോ എന്ന്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, എന്ത്? ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, നിങ്ങൾ എഴുതി വെച്ചോളി, പക്ഷേ ഖുർആനെ എഴുതി വെക്കാവൂ. അപ്പോൾ ഖുർആനാണ് ഇത് എന്ന് ആര് പറഞ്ഞു കൊടുത്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താണ്. അപ്പം അതുകൊണ്ട് ഖുർആനിൽ വിശ്വസിക്കണമെങ്കിൽ, ഖുർആനാണെന്ന് പറയണമെങ്കിലും അത് മുഹമ്മദ് നബി പറയണം. അപ്പം അതുകൊണ്ട് ഇതാണ് ഹദീസ് നിഷേധത്തിൻ്റെ. കേരളത്തിൽ 3 ടൈപ്പാണ് ഹദീസ് നിഷേധികളുള്ളത്. ആധുനിക പ്രവണതകൾ എന്നാണല്ലോ പറയുന്നത്. 3 ടൈപ്പ്. 1, അഹ്ലുൽ ഖുർആൻ എന്നാ പേര്. കണ്ണൂർ ജില്ലയാണെന്ന് തോന്നുന്നു അതിൻ്റെ കേന്ദ്രം. കണ്ണൂർ ജില്ലക്കാരും കൊണ്ടെങ്കിൽ ഓൽക്ക് ദേഷ്യം പിടിക്കണ്ട. അപ്പോൾ അഹ്ലുൽ ഖുർആൻ അവർ 5 നേരം നിസ്കരിക്കണമല്ല. അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്നവരാ, ഹജ്ജും ചെയ്യുന്നവരാ, നോമ്പ് കൊടുക്കണവരാ. പക്ഷേ ഹജ്ജിൽ ജംറക്ക് കല്ലെറിയണ്ട എന്നാണ് അവരുടെ അഭിപ്രായം. ഈ ബിലീസിന് എറിയണ്ടെന്നുണ്ടെങ്കിൽ എറിയണ്ട, കുഴപ്പമില്ല. നിസ്കാരം മക്ക ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ആ കേന്ദ്രത്തിൽ നടക്കുന്നത് നമുക്ക് സ്വീകരിക്കാം. അത് ഹദീസൊന്നും വേണ്ട, അതിങ്ങനെ തുടർന്ന് വരുന്ന ഒരു പ്രക്രിയ എന്നുള്ളത്. അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ വിഭാഗം KSS, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി.
ഹുജ്ജത്തുൽ ഇസ്ലാം ജാമിദ ഒക്കെ അതിൽ പെട്ടതാ. അപ്പോൾ അവർക്ക് തന്നെ ഈ പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് നോക്കാതെ പറഞ്ഞാൽ, ഈ പറയുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ആലോചിക്കാതെ പറഞ്ഞാൽ പറഞ്ഞു കുടുങ്ങും. പണ്ടൊരു ഉമ്മ കുടുങ്ങിയ പോലെ. ഉമ്മ മോനെ വിളിച്ചു, ഇവിടെ വാടാ ഹറാം പറഞ്ഞോനെ. അപ്പോൾ മോൻ പറഞ്ഞ് അത് ഉമ്മാക്ക് തന്നെ അറിയുള്ളൂ. അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അത് പറയില്ലല്ലോ സ്വന്തം മോനെ. എന്നതുപോലെ ഇവർ ചിലത് പറയുമ്പോൾ ഈ പറയുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ആലോചിക്കാണ്ടാ പറയുക. അപ്പം KSS പെട്ട അത് ചേകനൂർ മൗലവിയുടെ ശിഷ്യത്വം അങ്ങനെ തന്നെ സ്വീകരിച്ചവരാണ് കുറേയൊക്കെ. പക്ഷേ അവർ 3 പേര് 3 ടൈപ്പാണ്. ഒരാൾ പറഞ്ഞു നിസ്കാരം തുടങ്ങേണ്ടത് അല്ലാഹു കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 6 കൊല്ലം മുമ്പ് അയാളുടെ വാദം അതാ. ഇപ്പോൾ സംവാദത്തിൽ അയാളെ മുറുക്കി പിടിച്ചപ്പോൾ അദ്ദേഹമാതിരി പിടിച്ചു തൂങ്ങി. അദ്ദേഹം അത് അപ്പോൾ പറഞ്ഞിരുന്ന അല്ലാഹു അഹദ് എന്നാണ്. അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കണം എന്ന് എന്താ തെളിവ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭയങ്കര തെളിവല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അല്ലാഹു അസ്സമദ് എന്നുണ്ടല്ലോ. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം അല്ലാഹു സമദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ അവിടെ കുൽ ഇല്ല എന്ന് മറുപടി പറഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ കുൽ ഔദു ബി റബ്ബിൽ ഫലക്ക് എന്ന് വേറുണ്ട്. കുൽ ഔദു ബി റബ്ബിൻ നാസ് എന്നിട്ട് കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലെന്താണ് ഒരു തീർപ്പ് കൽപ്പിക്കുക? അപ്പോൾ അയാൾ കുടുങ്ങി എന്നാണ്. ഒരു ദിവസം മുഴുവൻ പിന്നാലെ കൂടി. അപ്പോൾ അയാൾ എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പറഞ്ഞു അല്ലാഹു സമദ് എന്നും വേണമെങ്കിൽ പറയാം. ഏപ്രിൽ 18-ാം തീയതി അല്ല മാർച്ച് 18-നാണ് ഈ വഹി ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് അത്. ഈ KSS അങ്ങനെയാണ്. അപ്പോൾ അതിൽ തന്നെ അവർ തമ്മിൽ പരസ്പര ചേർച്ചയൊന്നുമില്ല. ജാമിദ ടീച്ചർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഷിർക്കാണ്, അല്ലെങ്കിൽ അള്ളാഹിനെ തന്നെ പോയിച്ചാണ്, അങ്ങനെ കണ്ടോ ഒരു പരിപാടി എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച പുച്ഛം ആ ഇത് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. അതേ ഇമാം പിന്നെ ജുമാ നിസ്കരിച്ചപ്പോഴോ സുന്ദരമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. 3-ാമത്തെ വിഭാഗം അത് വളരെ അപകടം പിടിച്ചതാണ്. അത് അതിൻ്റെ പെട്ട ഒരാളുമായി സംവദിച്ചപ്പോൾ ഉള്ള ഇവരൊക്കെ സംവദിക്കുമ്പോൾ ഇതെന്താ വെച്ചാലോ, വളരെ സംയമനത്തോടു കൂടി അവർ സംസാരിക്കുന്നത് സംയമനത്തോടു കൂടിയാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം വളരെ പ്രകോപനപരമായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ വേറൊരാളായിട്ട് തെറ്റി സംസാരിച്ച് കൊടുക്കുകയെന്ന് അറിയാം. അപ്പം ഞാനൊരുത്തനോട് എടാ എനിക്ക് അറിയപ്പെട്ട ഒരു ഉപ്പുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞാലോ, എടാ എനിക്ക് അറിയപ്പെട്ട ഒരു വാപ്പുണ്ടടാ എന്ന് ഞാൻ എന്നോട് തർക്കിക്കുന്ന ഒരുത്തനോട് പറഞ്ഞാലോ, അതിൻ്റെ അർത്ഥം എന്താ? മഫ്ഹൂമുൽ മുഖാലഫ. അപ്പോൾ അത് കേൾക്കുന്ന വേറൊരാൾ ഓ ഒരു ഭയങ്കര സംയമനം, ഒരു തെറിയും പറയില്ല. എന്തിനാ തെറി പറയുന്നത്? അവിടെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സീനിയർ ഉസ്താദിന് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം പറഞ്ഞു ദേഷ്യം പിടിക്കുമ്പോൾ ഫൈനൽ ക്ലാസ്സിലെ കുട്ടിയോട് പറയും എങ്ങനെ അന്നേക്കെ ഞാൻ കൈതേന്ന് വിളിക്കാൻ. കൈതേന്ന് വിളിക്കണോ? പിന്നെ ഇതുപോലെയാണ് ഇവർ സംസാരിക്കുക. ഒരുവിധം സംയമനം, എങ്ങനെങ്കിലും സംയമനം തെറ്റിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കും. ഇവർ പറഞ്ഞ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കർമ്മമാണെന്ന് ആര് പറഞ്ഞു? നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സ്മരിക്കുക, അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മസ്ജിദുൽ ഹറാം അതൊക്കെ ഒരു എന്താ ആശയത്തിൻ്റെ ഇതാണ്. അതിങ്ങനെ കർമ്മങ്ങളായി പറയേണ്ടതില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതൊരു മൗലവിയൊക്കെ ഉണ്ട്. അവരിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബിയെ പറ്റിയിട്ട് ആ പുകഴ്ചൊക്കെ മുഹമ്മദ് നബി ലദീന യത്തബിയൂന നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും തൗറാത്തി വൽ ഇൻജീലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളത് അതൊക്കെ നബി എന്താക്കിയാണ് തെറ്റി അവിടെ എത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞിരിക്കുന്നു.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഞാൻ അവസാനം പറഞ്ഞ ഇല്ലത്ത് എന്ന് പറഞ്ഞ, അതായത് ഹദീസ് സ്വീകാര്യമാകാനുള്ള അവസാനത്തെ നിബന്ധന അയ്യക്കുന ഖാലിയൻ മിനൽ ഇലലിൽ മുഅസ്സിറ എന്ന് പറഞ്ഞാൽ നോക്കിയ പ്രഥമ ദൃഷ്ടിയിലൊക്കെ ഒത്തിട്ടുണ്ടാവും. പക്ഷേ ആ ഹദീസ് സ്വീകരിക്കാൻ നിർവാഹമില്ലാത്ത ആർക്കും ബോധ്യമാകുന്ന ഒരു സംഗതി ഉണ്ടാവും. സൂറത്ത് നൂറിൻ്റെ തഫ്സീറിൻ്റെ മുഖവുരയിൽ മൗദൂദ് സാഹിബ് ഒരു ഹദീസിൻ്റെ നിരൂപണം ചെയ്യുന്നുണ്ട്. ആ സംഭവത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് ഹദീസിൻ്റെ നസ്സിലുള്ളത്. അപ്പോൾ മൗദൂദ് സാഹിബ് പറയാണ്, ആ സംഭവത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ആ റിവായത്തിൽ വന്നത്, ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബിക്ക് പേര് മാറിപ്പോയതാണ്. ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടടുത്ത് ബുഖാരിയിൽ ആ പേര് മാറിക്കൊണ്ടാണ് ഉള്ളത്. അതുകൊണ്ട് ആ റിവായത്ത് അങ്ങനല്ല എന്ന് പറയുമ്പോൾ ഇതാണ് ഇലല് ഇല്ലത്ത് എന്നൊക്കെ പറയാം. കാര്യമാത്ര പ്രസക്തമായ തകരാറുകൾ എന്ന് പറയുന്നതിനെ പറ്റിയാണ്. ഈ കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ഉള്ളതാണ് ഹദീസിൻ്റെ മാറ്റ് കൂട്ടുന്നത്. വ്യാജ നോട്ടുകൾ ഉള്ളതാണ് ഒറിജിനൽ നോട്ടിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ വാദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൽ യഥാർത്ഥത്തിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം എന്താ, നമ്മളൊക്കെ ഒന്നും കൂടി പഠിക്കുമ്പോഴതിനനുസരിച്ച് ഈ കുഴിക്കണ കിണറ്, വെള്ളം കണ്ട കിണർ കുഴിക്കണ മൈര കുഴിക്കണതിനനുസരിച്ച് വെള്ളം കൂടുകയുള്ളൂ. ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ്. അത് പഠിക്കുന്നതിനനുസരിച്ച് അതിനോടുള്ള ആഭിമുഖ്യവും അതിലുള്ള ആത്മവിശ്വാസവും വർദ്ധിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് ഇങ്ങനത്തെ കുറേ ഹദീസ് നിഷേധവും സുന്നത്ത് നിഷേധികളൊക്കെ ഇറങ്ങൽ. കാരണം നമ്മളെ ആളുകൾക്ക് ഇതൊന്നും പഠിക്കാൻ നേരമില്ല. പണ്ഡിതന്മാർക്ക് ചോദിച്ചാൽ ഇത് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഇല്ലാതെക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തന്നെ ചില ഇടപെടലുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാവ്യക്തിത്വത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ ചില ഹദീസുകളും ചില റിപ്പോർട്ടുകളും ഹജ്ജൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ഒരു വീഡിയോ ക്യാമറയുമായി ഒരാൾ നടന്നാൽ ആ വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് കണ്ടാൽ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില ഭാഗങ്ങൾ അതിലുണ്ടാവും. ആരും ചിലപ്പോൾ ആ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നബിയുടെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം രേഖപ്പെടുത്തിയത് വായിച്ചാൽ അതിശയപ്പെടുന്ന രൂപത്തിൽ ഹജ്ജിൻ്റെ ഭാഗം ഇങ്ങനെ വായിച്ചു. ഞാനൊരു ദിവസം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ സഹാബിമാരുടെ സൂക്ഷ്മതയെ സംബന്ധിച്ച് ഹജ്ജിൻ്റെ അങ്ങനെ പറഞ്ഞു, ഒരു പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാളത്തിലേക്ക് തന്നെ തിരിച്ചു കയറി. ഹജ്ജുമായിട്ട് എന്ത് ബന്ധം അതിനുള്ളത്? ഇത്ര കൃത്യമായ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇത് ഒരാൾ നിഷേധിച്ചാൽ ലോകത്തൊരു ചരിത്രവും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലോകം അംഗീകരിച്ച ഒരു മാനദണ്ഡമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹദീസൊക്കെ വിടി, സുന്നത്തും വിടി. മുഹമ്മദ് നബി ജീവിച്ചിട്ടുണ്ടല്ലോ, വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, നടന്നിട്ടുണ്ടല്ലോ, ഇരുന്നിട്ടുണ്ടല്ലോ, ഉറങ്ങിയിട്ടുണ്ടല്ലോ, യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ, ഖുത്ബ പറഞ്ഞിട്ടുണ്ടല്ലോ, നമസ്കരിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഒരു ചരിത്രമാണല്ലോ. അധികം പഴക്കമൊന്നുമില്ല, 1500 കൊല്ലം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുമ്പ് എത്രയോ ഉള്ള ചരിത്രം ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ചരിത്ര വസ്തുതകളാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ വെച്ച മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിങ്ങൾ ബാധകമാക്കി നോക്കൂ. മറ്റൊരു പ്രശ്നം, ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. അത് നമ്മളും കൂടി ശ്രദ്ധിക്കണ്ട. ഒന്ന്, നബിയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഹദീസ് എന്ന വണ്ണം അവതരിപ്പിച്ച ചില ആളുകൾ. അതിന് കുറേ ആളുകളുണ്ട്. ഒരു വാട്സപ്പ് ചെറിയ മെസ്സേജാണ്, എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു കിതാബുണ്ട്, ആ കിതാബിലുള്ളത് എന്താണെന്ന് കേൾക്കണോ, ആരെങ്കിലും നിന്നുകൊണ്ട് തലവാർന്നാൽ അള്ളാഹു അവന് ദാരിദ്ര്യം എഴുതി രേഖപ്പെടുത്തുന്നതാണ്. വലിയ കിതാബിലുള്ള എടുത്ത് പറയണത്. പിന്നെ ഒരു സ്വൈര്യമില്ല, ഇത് സഹീഹാണോ അത് ദഈഫാണോ. നിന്നുകൊണ്ട് തലവാരുകയാണ്, പിന്നെ മലന്ന് കടന്നിട്ടാ തലവാരൽ. എന്താണ് ഈ പറയണത്? ഏതായിരുന്നാലും ഇത് ഏടെങ്കിലും ഇല്ലാണ്ട് ആളുകൾ പറയില്ല.
തപ്പി നോക്കുമ്പോൾ നബിയുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കിതാബുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മൽ മൗലൂആത്ത് എന്ന് വെച്ചാൽ വ്യാജ നോട്ടുകൾ സൂക്ഷിക്കാനായിട്ട് ഒരു ഖജനാവ് വേറെ തന്നെ. അതിൽ അൽ ഫവായിദുൽ മജ്മൂഅ എന്ന് പറഞ്ഞ ഇമാം ഷൗക്കാനിയുടെ ഗ്രന്ഥത്തിലും അൽ മൗലൂആത്ത് എന്ന് പറഞ്ഞ ഇമാം ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥത്തിലും ഒക്കെ ഉണ്ട് ഈ ഇതിനെ പറ്റിയിട്ട്. അതെടുത്തിട്ടാണ് റസൂല് പറഞ്ഞു. എന്നിട്ട് പിന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ദാരിദ്ര്യം ഉണ്ടാവുമല്ലോ, ദാരിദ്ര്യമില്ലാത്ത ആരും ഉണ്ടാവുമല്ലോ. എന്നാൽ ഉറപ്പിച്ച് നിന്ന് തലവാർന്നിട്ട് തന്നെ ഈ ദാരിദ്ര്യം. എന്നാൽ നാളെ മുതൽ തലവാരാണ്ട ആളുകൾ നടക്കണം മുസ്ലിമീങ്ങൾ. ലേശം ഒരു ചേലും കോലും ഓല. അപ്പം ചേലും കോലം എന്തായിരുന്നാലും മുസ്ലിമീങ്ങൾ വസ്ത്രദാനത്തിൽ ഒരു മാന്യമര്യാദ ഉണ്ടല്ലോ. മൻകാന ലഹു ഷാറുൻ ഫൽയുക്രിമുഹു എന്നാ റസൂൽ പഠിപ്പിച്ചത്. ഒരാൾ തലങ്ങനെ വാരാണ്ട് ആകെ ചട പിടിച്ച് വന്നപ്പോൾ റസൂൽ ചോദിച്ചു, അല്ല ചങ്ങായി, അലൈസ ലക സൗബുൻ അഹ്സൻ മിൻ ഹാദാ, ഈ ഒരു കുപ്പായം തന്നെ എനക്കുള്ളൂ? ആസാനി കുല്ല ഷൈഇൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, എന്നാ പോയി മര്യാദക്കുള്ള കുപ്പായം ഇട്ടിട്ട് വാ. എന്നിട്ട് അദ്ദേഹം നല്ല വൃത്തിയിലും വെടിപ്പിലും വന്നു. റസൂൽ ചോദിക്കുക, അലൈസ ഹാദാ അഹ്സൻ മിൻ അൻ യഅതിയ അഹദുക്കും സായിറ റഅസി, ഇങ്ങനെ തലേന്നും വരാണ്ട് ആകപ്പാട് ചെറുത്താൻ്റെ കോലത്തിൽ വരുന്ന ഇതല്ലേ മാന്യത? ഇങ്ങനെ പഠിപ്പിച്ച റസൂല് നിന്ന് തലവാർന്നിട്ടുണ്ടെങ്കിൽ എന്നോ ഭയങ്കര കുറ്റാ, നരകത്തിൽ അങ്ങേ അറ്ററ്റാ. ഇങ്ങനത്തെ ഹദീസുകളാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് സാധാരണ ആളുകൾ ഈ ഫാഷനൊക്കെ ആഗ്രഹിക്കുന്ന സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഓലൊക്കെ ഇങ്ങനൊക്കെയാണ് ഹദീസെങ്കിൽ ഇതൊന്നും വിശ്വസിച്ച ഇപ്പോഴത്തെ കാലത്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മൊത്തം ഹദീസിനോടൊരു അവജ്ഞ ഉണ്ടായി. അപ്പോൾ ലൈഫായ ഇത്തരം സാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ കൂട്ടു നിൽക്കുകയാണ്, കൊരങ്ങനെ ഏണി വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. പശുവിനർത്ത്, അപ്പോൾ പശുവിൻ്റെ വയറ്റിലൊരു ശിശു, അതിന് ജീവനുണ്ട്, അത് ചത്താണ്, ജീവനുണ്ട് അല്ലെങ്കിൽ ചത്ത്, എന്തായിരുന്നാലും ഒരു ശിശു ഉണ്ടായിരുന്നു, കിടാവ്. അതിനെ അറക്കണോ വേണ്ടേ? ഒരു ഹദീസ് ഇങ്ങനെ, ദക്കാത്തുൽ ജനീനി ദക്കാത്തു ഉമ്മിഹി. ദക്കാത്ത് എന്ന് പറഞ്ഞാൽ അറവ് എന്നാ. ജനീൻ ഈ കിടാവിൻ്റെ അറവ് ഉമ്മാൻ്റെ അറവ് തന്നെ, അതിൻ്റെ അറവ് ഉമ്മാൻ്റെ അറവ് തന്നെയാണ്. ഇനി രണ്ട് കോലത്തിലും വയ്യ. ഉമ്മാനെ അറുത്തിട്ടുണ്ടെങ്കിൽ അത് മതി ഈ കുട്ടിക്കും എന്ന് വായിക്കാൻ അർത്ഥം പറയാം. ഉമ്മാൻ്റെ അറവന്നെ കുട്ടിക്കും, ഉമ്മാൻ്റെ അറവന്നെ കുട്ടിക്കും എന്നാണ് അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പോൾ ഒരു മദ്ഹബ് അങ്ങനെ, അവിടെ തള്ളൻ അർത്താൽ വയറ്റിലുള്ള കുട്ടിയും ഹലാലായി. വേറൊരു മദ്ഹബ് അനുസരിച്ചോ, ദക്കാത്തുൽ ജനീനി ദക്കാത്തു ഉമ്മിഹി, ഉമ്മാനെ അറക്കൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കുട്ടിനെ അറക്കണം. ദക്കാത്തി ഉമ്മിഹി. അപ്പം എന്തായി? ഇത് മനസ്സിലാക്കുന്നിടത്തൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് ഒരുപാട് ഹദീസുകൾ. ഇങ്ങനെ ആയത്തും അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ നോക്കി, നോമ്പിനെ പറ്റിയുള്ള ഫമൻകാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയും അല്ലെങ്കിൽ യാത്രക്കാരനുമാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ മറ്റൊരു ദിവസം എണ്ണം പൂർത്തിയാക്കട്ടെ. ഒരാൾ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചാലോ പറ്റുമോ? ഈ ആയത്തനുസരിച്ച് പറ്റുമോ? ഈ ആയത്ത് നിങ്ങൾ അർത്ഥം ശരിക്കും എത്തിച്ചോ? ഒരാൾ രോഗിയോ യാത്രക്കാരനോ ആയാൽ വേറൊരു ദിവസം നോമ്പെടുത്തോന്ന്, വേറെ ദിവസം എടുക്കട്ടെ. ഒരാൾ എടുക്കണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ എടുക്കാൻ തീരുമാനിച്ച്, അപ്പോൾ ഓനും എടുക്കണോ? ഈ ആയത്തിൽ പറഞ്ഞില്ല നോമ്പ് മുറിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന ആൾ വേണം. വമൻകാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ സുമ്മ അഫ്തറ, എന്നിട്ട് നോമ്പ് ഒഴിവാക്കുകയും ചെയ്താൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അതാണ് ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, ശവം നിങ്ങൾക്ക് ഹറാമാണ്, അത് തിന്നാൻ പറ്റൂല. വദ്ദമു, രക്തം, അത് നജീസാണ്. തൊട്ട് വേറെ സ്ഥലത്ത് വരാം, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, ഉമ്മ നജീസ. ഉമ്മ എന്ത് ഹറാമ്? ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, ഉമ്മ നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് ഹറാമാകുന്നു, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഹറാമാക്കപ്പെട്ടെ? തൊടല, ഉമ്മയെ മുത്തം കൊടുക്കല, എന്താണ്? അപ്പം അതിന് വിശദീകരണം ഹുർരിമത്ത് അലൈക്കും നിക്കാഹു ഉമ്മഹാത്തിക്കും. ഇതാണ് ഖുർആൻ തന്നെ മനസ്സിലാക്കാൻ.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിലബസും ഒരു പോർഷനും എൻ്റെ ഒരു ഉസ്താദിനെയും വിട്ടത്. ആ ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ലിതുബയ്യിന ലിന്നാസി, പ്രവാചകരെ താങ്കളുടെ ദൗത്യം ഡ്യൂട്ടി ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കല. മാനുസിലയിലെ കാരണം ഓൾക്ക് നേർക്ക് നേരെ മനസ്സിലാവില്ല. മാത്രമല്ല നേർക്ക് നേരെ മനസ്സിലാക്കിയാൽ ഇമ്മറിഞ്ഞമാതിരി ഉമ്മ നജീസാവും, ശവൻ നജീസായ പോലെ ഉമ്മ നജീസാവും. അപ്പം അതുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു കൊടുക്കണത് ആ ഹറാം എന്ന് പറഞ്ഞ എന്ത്, ഈ ഹറാം എന്ന് പറഞ്ഞ എന്ത്, ഗുരുനാഥനാണത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് കൂടെ ഒരു നബി ഒരു PSC അഡ്വൈസ് മെമ്മോ കിട്ടി ജോയിൻ ചെയ്ത് ആ ജോലിയുടെ നിയമവും വെച്ചിട്ട് അങ്ങനെ ജോലി ചെയ്യുക, അതല്ല നബി. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയവും നബിയെ നോക്കിക്കൊണ്ടിരിക്കുക. വല്ലാഹു യഅസിമുക മിനന്നാസ്, എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ അല്ലാഹു ഉടനെ ഇടപെടും. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക്, ഇടപെടുകയാണ് അല്ലാഹു. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഓരോ നിമിഷവും അല്ലാഹു ഇടപെടുക. ഒരു ഫുൾ ഒബ്സർവേഷൻ. ആ സംസാരിക്കുന്നത് അങ്ങനെയാണ്, പറയുന്നത് അങ്ങനെയാണ്. ഏതെങ്കിലും സമയത്ത് സ്വന്തം നിലക്ക് വല്ലതും പറഞ്ഞാൽ അപ്പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതോ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതോ അള്ളാഹുവിൻ്റെ ദീനിന് ചേരാത്തതോ ആണെങ്കിൽ ഉടനെ അള്ളാഹു ഇടപെടും. അല്ലെങ്കിൽ നബി തന്നെയും എന്താക്കും, ഇടപെട്ട് തിരുത്തും. അത് തിരുത്തിയിട്ടില്ലെങ്കിൽ നബി പറഞ്ഞൊക്കെ എന്താണ്, സുന്നത്ത് തന്നെയാണ്. ആണ് ഈന്തപ്പന പരാഗണവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. സഹാബിമാരത് കേട്ടപ്പോൾ റസൂൽ പറഞ്ഞല്ലെന്ന് വെച്ചിട്ട് ഒഴിവാക്കി. അതിൽ ആ ഹദീസിൽ പാടതാണ്, മറർന അല ഖൗമിൻ അലാ റൂസിൻ നഖ്ലി മാ യസ്നഉ ഹൗല. എന്താ ഇപ്പോൾ ഇവർ കാട്ടിക്കൂട്ടണത്? ദക്കറും ഉൻസയും തമ്മിൽ, ആ പെൺകുലയും ആൺകുലയും തമ്മിൽ അടുപ്പിച്ചു കൊടുക്കുകയാണ്. ലാ അദുന്നു യുഗ്നി അൻഹും ഷൈഅ, അതൊന്നും വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. മക്കാർ കച്ചവടക്കാരാ, ഓർക്ക് കച്ചവടത്തിൻ്റെ കുട്ടൻ ചെയ്തിട്ടുള്ളൂ. റസൂൽ എന്ന നല്ല ബിസിനസ് മാനായിരുന്നു. മദീനയിൽ കച്ചവടമാണ്. ഓലോട് ഏത് എല്ലിൻ്റെ പൊടിയാണോ ഇടേണ്ടത്, മറ്റേ ജൗവ്യ വളമാണോ ഇടേണ്ടത്, ഇതൊന്നും ഓൾക്ക് അറിയില്ലല്ലോ. അപ്പം ഇവർ ഈ കാട്ടിനൊക്കെ റസൂൽ എന്താ ഇപ്പോൾ ഇവരാ ഇതിൻ്റെ മണ്ടേ മോൾ കാണിക്കുന്നത്, അതാണ് ഉണ്ടായിക്കോളൂലേ. എനിക്ക് തോന്നുന്നില്ല അന്ന് വലിയ കാര്യം ഉണ്ടാവും. ഫതറക്കൂ, സഹാബിമാരത് ഒഴിവാക്കി. പിറ്റത്തെ കൊല്ലം അളവ് കുറഞ്ഞ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇന്നമാ വനൻതു വന്നൻ, അത് ഞാനൊരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അനുമാനിച്ചതാണ്. ഫലാ തുആഖിദൂനി ബിദ്വന്നി, അതുകൊണ്ട് അത്തരം എൻ്റെ ഊഹത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പിടികൂടേണ്ടതില്ല. അൻതും അഅലമു ബി അംരി ദുനിയാക്കും. അത് ചില ആളുകൾ ഉമൂരിന്നാക്കിയിട്ട് എല്ലാത്തിനും പിറ്റാക്കി. അങ്ങനെ ഹദീസിലില്ല. അങ്ങനെ മസാല ചേർക്കുന്ന കുറേ ആളുകളുണ്ട് അവരാവശ്യത്തിന് വേണ്ടിയിട്ട്. അൻതും അഅലമു ബി അംരി ദുനിയാക്കുന്ന ബി ഉമൂരി, സകലവും രാഷ്ട്രീയവും മതവും ഭരണവും ഒക്കെ അതിൽ പെടുത്തിക്കാണ്ട് ഇങ്ങനെ മസാല ചേർക്കണം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞു. അവർ വീണ്ടും ചെയ്തു തുടങ്ങി. ഏത് വളടണം, പള്ളി തന്നെ ഏത് മുസല്ല വിരിക്കണം, ഇനി പായ വേണോ, പ്ലാസ്റ്റിക് പായ വേണോ, ഇതൊന്നും പറയാനുള്ള റസൂൽ പറഞ്ഞത്. ഇതാ ഖുൽതും അനില്ലാഹ് ഫഖ്ബലൂ, അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിച്ചുകൊള്ളൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. നബിയുടെ പ്രവർത്തികൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബിയുടെ പ്രവർത്തികൾ, അപ്പം നബിയുടെ വാക്കുകൾക്ക് സ്വന്തം നിലക്ക് തന്നെ തശ്രീഅ് ആണ് എന്നതാണ്. നബിയുടെ പ്രവർത്തനങ്ങൾ തശ്രീഅ് ആണ് എന്നതിനാണ് തെളിവ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊറിഞ്ഞെടുത്ത് മാന്തി. അപ്പോൾ ചൊറിഞ്ഞെടുത്ത് മാന്തൽ സുന്നത്താ? അല്ല, ഈ ആളുകളോട് ചോദിക്കാനല്ല നമുക്ക് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ തശ്രീഅ് ആണെങ്കിൽ അതിന് കേവല പ്രവർത്തനത്തെക്കാൾ ഉപരിയായ എന്തെങ്കിലും ഒന്ന് വേണം. ഇതൊക്കെ ഉലൂമുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ
കൃത്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നിഷേധിക്കുന്ന ആളുകൾ ഒരിക്കലും ഇതൊന്നും നോക്കൂല. ഇവരിൽ ചിലരെപ്പറ്റി സ്വകാര്യമായിട്ട് ഞാൻ വിശ്വസനീയമായ രൂപത്തിൽ പഠനം നടത്തി. അങ്ങനെ സംവദിക്കുമ്പോൾ ഇവരോടൊരു ഗുണകാംക്ഷ തോന്നണമല്ലോ. ചില ആളുകൾ കച്ചവടത്തിൽ പൊളിയുകയും സാമ്പത്തികമായ വലിയ നഷ്ടത്തിലാവുകയും, എന്നാൽ ഇപ്പോൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ വാട്സപ്പിൽ സുന്നത്ത് നിഷേധം ഒരു സുമുഖ്യ ജോലിയായിട്ട് എടുക്കുകയും കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. എവിടുന്ന് കിട്ടി പൈസ? ആര് കൊടുത്തി പൈസ? അതിനേക്കാൾ അതിശയം, വെറും യുക്തിവാദികൾ മാത്രമുള്ളൊരു ഗ്രൂപ്പിൽ ഏതോ ഒരു സുഹൃത്ത് എന്നെ പിടിച്ച് അതിൽ ആഡ് ചെയ്തു. അപ്പോൾ അവർക്കും പറയാനുള്ളത് ഇതേ വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്, ഇന്നലെ ഒരു ഭർത്താവ് മരിച്ചു, ഇന്നെന്നെ വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ വാദം ഈ കൂട്ടർ ഉന്നയിക്കുക. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ക്രിസ്ത്യൻ മിഷനറി സംഘങ്ങൾ, പ്രത്യേകിച്ച് ലബനാനിലും ഈജിപ്തിലുമുള്ള ക്രിസ്ത്യൻ മിഷനറി സംഘങ്ങൾ, അവർ പണിയെടുത്തിട്ട് കിട്ടണ്ടേ? അതിൻ്റെ കണക്ക് ഡോക്ടർ മുഹമ്മദ് അമാർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ക്രിസ്ത്യൻ മിഷനറി സംഘങ്ങൾ ഉപയോഗിക്കുന്ന പൈസ, അതിൻ്റെ ബഡ്ജറ്റ്, അതിലുപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, അവർ നടത്തുന്ന റേഡിയോ നിലയങ്ങൾ, അവർ നടത്തുന്ന TV ചാനലുകൾ, ഇൻ്റർനെറ്റ് സൈറ്റുകൾ, ഇതിൻ്റെയൊക്കെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോവും. അമേരിക്ക മാത്രം കേന്ദ്രീകരിച്ച്. എന്നിട്ട് ഇവർക്ക് ആർക്കാണ് കിട്ടണത്? ഗ്ലൂക്കോസും ലൂക്കോസും ഒന്നിച്ചു കൊടുത്താൽ കിട്ടണ ആരെയും കിട്ടും. ഹോസ്പിറ്റലിലൊക്കെ ഗതി കെട്ടിട്ടേ ഒരു നിലയും വരെയുള്ള ഒരു ചിന്തകൻ്റെ ഒരു ബുദ്ധിജീവിനെ ഇവർക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ അവരൊരു യോഗം ചേർന്ന് സമ്മേളനം ചേർന്ന് തീരുമാനിച്ചിരിക്കുക, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരുത്തനെ കിട്ടാൻ പാടാ, ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരാൻ പാടാണ്. പിന്നുള്ള മാർഗം എന്താ? അവരെ മുസ്ലിം അല്ലാതാക്കുക, എന്നാലും രക്ഷപ്പെട്ട് പിന്നെ നമുക്ക് വലിക്കാൻ നോക്കാം. അത് വലിയൊരു സംഭവമാണ് പറയാം. ആണ് ഉസ്താദ് മുഹമ്മദ് കുത്തുബ് ഞങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, ആഫ്രിക്കയിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു പാതിരി 20 കൊല്ലം പണിയെടുത്തതാണ്. ആ പ്രദേശം മുഴുവൻ ക്രിസ്ത്യാനികളായി. 20 കൊല്ലത്തിന് ശേഷം ഇയാൾ തിരിച്ചു പോവുക ഫ്രാൻസിലേക്ക്. അപ്പോൾ അയാൾ എല്ലാവരും യോഗം വിളിച്ച് ഇതേമാതിരി 20 കൊല്ലത്തിന് ശേഷം എല്ലാവരും ഹിദായത്തിലായി, ദൈവരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ തന്നു നിങ്ങൾക്ക്, ഞാൻ പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം, എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാനത് സാധിച്ചു തരും. അവസാനത്തെ ആഗ്രഹം പറഞ്ഞോളി, ഞാൻ പോകുന്നതിന് മുമ്പ്. എല്ലാവരും എണീച്ചിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളായി, ഹോസ്പിറ്റലായി, ഭക്ഷണമായി, പാർപ്പിടമായി, എല്ലാമായി. ഇനി ഞങ്ങൾക്ക് മക്കത്ത് പോയി ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ മതി. ഇതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പോലും കിട്ടൂല എന്ന് ഉറപ്പിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണങ്ങളിലും ചരിത്രത്തിലും അവജ്ഞതയും അവമതിപ്പും ഉണ്ടാക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണം. ഖുർആൻ എന്ന് പറയുമ്പോൾ എന്ത്, സുന്നത്തെന്ന് പറയുമ്പോൾ അതല്ലേ എന്നൊക്കെ ചോദിച്ച് സ്വന്തം മൗലിക പ്രമാണങ്ങളെയും മഹത്തായ ചരിത്രത്തെയും ഒക്കെ അവജ്ഞയോടെയും അവമതിപ്പോടെയും കാണുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഭീമമായ സംഖ്യ. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ പുകഞ്ഞ കൊള്ളിയായിട്ട് നിൽക്കുന്നുണ്ടോ അവരൊക്കെ നോട്ട് ചെയ്തിട്ട് സഹായിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ട്. ഇത്തരം ആളുകളോട് ഗുണകാംക്ഷ ഉണ്ടായിട്ട് കാര്യമില്ല. ആ കാരണം അവർ സത്യം സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചവരാണ്. സമൂഹ നാക്കത്ത മുബുസിറത്തൻ, വലിയ ഒരു പാറക്കല്ല് കാണിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇജ്ജ് പറയണ വിശ്വസിച്ചോ, ഞങ്ങൾ ഇജ്ജ് പറയണ വിശ്വസിച്ചോളാ. സാലിഹ് നബിയോട് പറഞ്ഞതാണ് സമുദായം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒട്ടകം ഇങ്ങോട്ട് വന്നു അപ്രതീക്ഷിതമായ രൂപത്തിൽ. അവർ വിചാരിച്ചിട്ടില്ല അങ്ങനെ വരും. ആ മലയുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണഗർഭിണിയായ ഒരൊട്ടകം അതാ അവരുടെ മുമ്പിലേക്ക് വരുന്നു. ഫജഹദൂ ബിഹാ, അവർ വിശ്വസിച്ചില്ല. കദ്ദബത് സമൂദ് ബിതഖ്വാഹ ഇദിൻബഅസ അശ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. അല്ല കൂട്ടരെ, നിങ്ങൾക്ക് ഇനിയും തിരിഞ്ഞില്ലേ? ഇത് സാധാരണ ഒട്ടകല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലേ? വേണ്ട, ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടാളി. നാഖത്തല്ലാഹി വസുഖിയാഹ, വെള്ളം കുടിച്ചോട്ടെ. ഫകദ്ദബൂഹു ഫഅഖറൂഹ, പക്ഷേ നിഷേധിച്ചു കളഞ്ഞു.
അതിനെ അറുത്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ വലാ യഖാഫു ഉഖ്ബാഹാ. ഇതാണ് ചില മനുഷ്യർ. അവരോട് ഗുണകാംക്ഷിച്ചിട്ട് കാര്യമില്ല. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറി പറയണമെന്നല്ല പറഞ്ഞു നിർത്തും. അതായത് അവർ ഈമാനാവുമല്ലോ എന്ന് അങ്ങനെ ചില ആളുകളുണ്ട്. അതിൻ്റെ തെളിവ് സത്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് ബോധ്യമാവും. പക്ഷേ ഫണ്ട് വാങ്ങിക്കൊണ്ടും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടും ഉത്തരം ശരിയാണെന്ന് മനസ്സിലായി എല്ലാവരും പറഞ്ഞിട്ടും അംഗീകരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് അജണ്ടപര. വേദനാജനകമായ ശിക്ഷ കാണുമ്പോൾ അല്ലാതെ ഈമാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് സുന്നത്ത് നിഷേധ പ്രവണത എന്നത് പല തലങ്ങളുള്ളതാണ്. ഈ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങളെ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം ഇത് കേട്ടു നിന്ന് നിങ്ങളോട് നന്ദിയുണ്ട്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.